സ്പീഡാക്കാൻ നോക്കും. അതുകൊണ്ടാണ് ഹറിബറിയായിട്ട് കുറേ ആൾ ഹത്തം ഒക്കെ തീരുന്നത്. എൻ്റെ എത്രയും 2.5, എൻ്റെ 4 ഭയങ്കര ഹത്തുമോത്താണ്. അതിന് കിതാബിൽ ഉത്തരം പറയണത്, മോനെ അള്ളാഹ്ക്ക് വേണ്ടത് അയ്യുക്കും അക്സറു അമല അല്ല, അയ്യുക്കും അക്സറു അമല അല്ല, അയ്യുക്കും അഹ്സനു അമല. തബാറക്കന്റെ തുടക്കത്തിലുണ്ടല്ലോ, അയ്യുക്കും അഹ്സനു അമല. അള്ളാഹ്ക്ക് വേണ്ടത് നല്ല അമല. എല്ലാ ഷർത്തും ഫർളും അതൊക്കെ പാലിച്ചിട്ട് ചെയ്യുന്ന കുറച്ച് അമലാണ് കുറവുകൾ കുറേ ഉള്ള അമലുകളേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം. അതാണ് വേണ്ടത്. മൊത്തമായും ചില്ലറയായും 20 മിനിറ്റ് കൊണ്ട് വിത്തറടക്കം തീർത്തു കൊടുക്കുന്ന ഇമാമുമാരെ തറാവീഹിന് പിന്തുടരാൻ നമ്മൾ പോകുന്നത് നമ്മൾ തന്നെ പേടിക്കണം. ചില ആൾ വിളിച്ചു ചോദിക്കുക, അവിടെ എത്ര മണിക്ക് തറാവി തീരുക? 9:13. ഞാൻ ഇല്ല മോനെ, അതെന്താ ഇവിടെ 9:10 തീരുന്നുണ്ട്. ആരെ ബോധിപ്പിക്കാനാണ് നമ്മൾ ഈ തറാവീഹൊക്കെ നിസ്കരിക്കുന്നത്? അപ്പോൾ നമ്മൾ വിചാരിക്കും റമളാനിൽ ഇബ്ലീസിനെ കെട്ടിയിടുന്നില്ലേന്ന്. ഇബ്ലീസിന് തന്നെ കുറേ വിഭാഗം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിലെ മറദത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെയാണ് കെട്ടിയിടുന്നത്. ബാക്കിയുള്ള ഒരു വർക്കൗട്ടാണ്, പണിയെടുക്കും. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, ആരെങ്കിലും ഈമാനോടെ വഹ്തിസാബൻ അള്ളാഹുവിൻ്റെ പ്രതിഫലം കൊതിച്ചുകൊണ്ട് തറാവീഹ് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, എല്ലാ തെറ്റും അള്ളാഹ് പുറത്തു കൊടുക്കും. കാര്യമായിട്ട് ഇബ്ലീസ് നമ്മളെ കൊണ്ട് തെറ്റൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ആ തെറ്റ് പൊറുക്കുക എന്ന് പറയുന്നത് ഇബ്ലീസിന് തീരെ ഇഷ്ടമല്ല. അപ്പോൾ തറാവീഹ് മുടക്കാൻ നോക്കും. ഇല്ല എന്ന് കണ്ടാൽ കുറച്ച് ഉറങ്ങിയിട്ട് ഒന്ന് റാഹത്തായി, ഇഫ്താറിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടല്ലോ, 12 മണിക്കാകുമ്പോൾ റാഹത്തോടെ അങ്ങനെയല്ലേ നിസ്കരിച്ചാലും അത് നോക്കും. അന്നേരം നമുക്ക് തോന്നും ആയാലും എന്തായാലും വീട്ടിൽ നിന്ന് ഒറ്റക്ക് നിസ്കരിക്കലൊന്നും ഉണ്ടാവില്ല എന്ന് കണ്ടാൽ ഏതായാലും ഏറ്റവും സ്പീഡുള്ള പള്ളി ഏതാണ് എന്ന് നോക്കിയിട്ട് പോകും. ഇതാണ് മൂന്നാമത്തെ കാര്യം. തറാവീഹിനെ സ്പീഡാക്കുക, ഇബാദത്തിനെ സ്പീഡാക്കുക. അതൊരു ചതിയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അന്നേരം നമ്മൾ കരുതണം, ഈ ഇബാദത്ത് ശരിക്കും ആലോചിച്ച് നോക്കി, അള്ളാഹിൻ്റെ മുമ്പിൽ നമുക്ക് 3 സെക്കൻഡ് തല വെക്കാൻ സമയമില്ല. അള്ളാഹ് തന്ന തല 3 തസ്ബീഹ് എല്ലാം സമയമില്ല, 3 റുക്കോയിൽ 3 തസ്ബീഹ് എല്ലാം സമയമില്ല, സുജൂദിൽ സമയമില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്തിനാ നമ്മളെ കൊള്ളുക? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒക്കെ തറാവീഹ് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് 10 ജുസ് ഖുർആൻ ഓതും. എങ്ങനെയെങ്കിലും തീർന്നു കിട്ടണം എന്നല്ല വിചാരിക്കണത്. സ്വഹാബത്തിൻ്റെ തറാവീഹിനെ കുറിച്ച് കിതാബിൽ കാണാം. ദീർഘമായി നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ വൈഫിനോട് വിളിച്ചു പറയും, അത്താഴം എടുത്തു വെക്കട്ടോ, സുബി ഇപ്പം വാങ്ങിക്കൊടുക്കുന്നു. അത്രയും ലോങ് ആയിരുന്നു അവരുടെ തറാവീഹുകൾ.